ഹായ് സ്വീറ്റീസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു സാധാരണ വടയേറ്റിനിടെയും ഒരു സാധാരണ ഡേ ഇൻ മൈ ലൈഫായിട്ടാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടായിട്ട് ദോശയും ചമ്മന്തിയായിട്ടോ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ നല്ല ചൂടുള്ള 3 ദോശയും ചമ്മന്തിയായിട്ടോ ഞാൻ രാവിലെ കഴിച്ചത്. പിന്നെ എനിക്ക് എൻ്റെ നാത്തൂനായിട്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ളതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് റെഡിയാവുമായിരുന്നു കേട്ടോ. അപ്പോൾ മുടിയൊക്കെ കെട്ടി കമ്മലൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാവാണ്. അങ്ങനെ ഞാൻ ലിപ്സ്റ്റിക്ക് എപ്പോൾ ഒന്നും പുറത്ത് പോകുമ്പോൾ ഇടാറില്ല കേട്ടോ. ഇപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് ഇട്ടതാണ്. പിന്നെ പട്ടിഷോ ഇറക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പട്ടിഷോ ആണ് ഗൈസ്. പിന്നെ അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ട് മാസ്ക് സ്പെഷ്യലായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നല്ല വെയിലുള്ളൊരു ദിവസമായിരുന്നേ. അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുക. അവിടെ നിന്നായിരുന്നു നമ്മൾ ഹോസ്പിറ്റലിലേക്കുള്ള ബസ് കയറിയത്. നമ്മളിപ്പോൾ പോകുന്നത് ആലപ്പുഴയിലുള്ള കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിലേക്കാണ്, വിമൻസ് ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ. അപ്പോൾ ഇവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഹോസ്പിറ്റലാട്ടോ. അപ്പം നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. എൻ്റെ അടുത്ത് അവൾ ഇരിപ്പുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ ഡോക്ടറെ കണ്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമുക്കിന്ന് നല്ല ചൂടുള്ളൊരു ദിവസമായതുകൊണ്ട് നമ്മൾ ഇറങ്ങിയപ്പം ഇച്ചിരി ലേറ്റായി, ഉച്ചയൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മൾ അടുത്തുണ്ടായിരുന്ന കടപ്പുറത്ത് പോയിട്ട് നല്ലൊരു സോഡാ സർബത്ത് വാങ്ങിച്ച് കുടിച്ചു. നല്ല കാറ്റാട്ടോ, അതാ ഇങ്ങനെ ഷോളൊക്കെ പറക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ് കയറി വന്ന് ഒരു സ്പ്രൈറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തി അത് കുടിച്ച് അങ്ങനെ അതിനുശേഷം ഞാൻ വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു മൈലാഞ്ചി ഇടുവാണ്. മൈലാഞ്ചി പിടിക്കാനോ വരയ്ക്കാനോ അറിയാത്ത ഞാൻ കയ്യിൽ ചുമ്മാ സ്മൈലീസ് വരച്ചും കുത്തിയിട്ടും കോമയിട്ടാണ് ഞാൻ മൈലാഞ്ചി വരയ്ക്കുന്നത്. കുത്ത് കോമ തൊപ്പി, ഇതാണല്ലോ നമുക്ക് മൈലാഞ്ചി ഇടാനറിയാത്തവർക്കുള്ള സ്പെഷ്യൽ ഡിസൈൻ. അങ്ങനെ കുത്തും കോമയും തൊപ്പിയും എല്ലാം അങ്ങനെ ഇതാണ് ഗൈസ് എൻ്റെ പട്ടിഷോ, മൈലാഞ്ചി ഇടാൻ അറിയാത്ത എൻ്റെ ഷോ ഓഫ്. പിന്നെ നമ്മൾ ഉച്ചത്തെ ഫുഡ് വളരെ ലേറ്റായിട്ടാണ് കഴിച്ചത്. ലേറ്റായിട്ടാണ് കഴിച്ചത്. പിന്നെ ചാറുകറിയും ബീട്രൂട്ട് തോരനും മീൻകറിയും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബീട്രൂട്ട് തോരനൊക്കെ കൂട്ടി ഒരു പിടി കഴിച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. ഞാൻ പൊതുവേ മടിച്ചയാണ്, എന്നാലും ഞാനിത് പാത്രം കഴുകി. എന്തുകൊണ്ടോ വീഡിയോ എടുക്കുന്നതുകൊണ്ടൊന്നും അല്ല കേട്ടോ. പിന്നെ നമ്മൾ ലേറ്റായിട്ട് ഫുഡ് കഴിച്ചതുകൊണ്ട് രാത്രി ഒരു പഴം മാത്രമേ കഴിച്ചുള്ളൂ. അപ്പം അങ്ങനെ എൻ്റെ വീഡിയോ കഴിഞ്ഞു. ബൈ ബൈ.